അരുൾ തിരുവണ്ണാമല വെച്ച് നടക്കുന്ന ഒരു അഡ്വാൻസ്ഡ് പ്രോഗ്രാമാണ്. അനുഗ്രഹം എത്തിലൂടെ മാത്രം സ്വായത്തമാക്കാൻ കഴിയുന്ന ഒന്നാണ് ആത്മീയ ജീവിതത്തിൽ സമാധി എന്ന് പറയുന്നൊരവസ്ഥ. ധ്യാനം, ധാരണ, സമാധി ഏറ്റവും ഹയർ സ്റ്റേറ്റാണ്. ഈ നിമിഷം എന്ന് പറയുന്നത് മനസ്സാൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നല്ല. മനസ്സിൻ്റെ ഭാവനയിൽ അത് ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതല്ല. നിങ്ങൾ ഈ മൊമെൻറ്റിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തുന്നത് പോലും നിങ്ങൾ സമാധി എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ്. അത് ഭാവനയാൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നല്ല. സമാധി രമണ മഹർഷിയുടെ അരികിൽ ഒരു ഗ്രേറ്റ് ഒരു ഓഥറുണ്ട്, ദ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ബുക്ക് എഴുതിയ ആൾ. അദ്ദേഹം രമണാശ്രമമൊക്കെ വിസിറ്റ് ചെയ്തതിന് പോയതിന് ശേഷമാണ് ആ ബുക്ക് പോലും രചിക്കുന്നത്. എന്നാലത് ലോകം മുഴുവനും വളരെയേറെ പ്രശസ്തമേറിയ ബുക്ക്. അതേപോലെ തന്നെ തിരുവണ്ണാമല എന്ന് പറയുന്നത് ജീവൻ്റെ ഉയർന്നൊരു സാധ്യതയാണ്. നിങ്ങളെ അറിയുമ്പോഴാണ് എല്ലാത്തിനെയും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചിന്താഗതി തന്നെയാണ് വേദവും അദ്വൈതവും എല്ലാം പറയുന്നത്. അരുൾ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് പ്രോഗ്രാം ഈ മാസം 14, 15 നടക്കുന്നുണ്ട്. 21, 22 നടക്കുന്നുണ്ട്. 28, 29 നടക്കുന്നുണ്ട്. ഇങ്ങനെ 3 ബാച്ചായിട്ടാണ് നടക്കുന്നത്. കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് സീക്കേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മാനസികപരമായി ഉണ്ടാകുന്ന ഒരു പിടിമുറുക്കത്തിൽ നിന്ന് ഒരു റിലീഫിനോ ഇതിനൊന്നും വേണ്ടിയല്ല. ഇത് സ്പർശദീക്ഷയുള്ളൊരു പ്രോഗ്രാമാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഈ നടത്തുന്നത്. നമുക്ക് ഉള്ളിൽ നിന്ന് അവനവനെ അറിയണമെന്നുള്ളൊരാഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണിത്. ഇതൊരു എനർജി വർക്കാണ്. ഇതൊരു വാക്കാൽ പറഞ്ഞു വർണ്ണിക്കുന്നൊരു സമാധി അവസ്ഥയെക്കുറിച്ച് പറയുമല്ല. ഇതൊരു ഗുരുവിൻ്റെ സമാധി അവസ്ഥയെ ആ സ്പർശനത്തിലൂടെ നിങ്ങളും അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഉള്ളിൽ പലരും ശൂന്യമെന്ന് പറഞ്ഞാലും അത് ശൂന്യമല്ല, അതിനൊരു ബോധമുണ്ട്. ആ ബോധം സദാസമയം ഉണർന്നിരിപ്പമുണ്ട്. ആ ബോധത്തെ ഒരു നിമിഷം നമുക്കറിയാൻ കഴിയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് പ്രോഗ്രാമാണ് അരുൾ. നമസ്കാരം.